NDA 185 സീറ്റ് എന്ന് പറഞ്ഞാൽ അത് ചെറിയ കളിയല്ല. വലിയ മാർജിൻ. ബിഗ് പ്ലേ. BJP 78, JDU 80. BJP 78, JDU 80, LJP 22, HAM 4. അതാണ് NDA കക്ഷത്തിൽ. ഇപ്പൊ LJP രാംവിലാസ് പാസ്വാന്റെ കാലത്ത് പോലും ആ പാർട്ടി നിയമസഭയിൽ ഇങ്ങനെ പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടാവില്ല. അവിടെ ചിരാഗ് പാസ്വാൻ നല്ല ഗുഡ്വില്ലുള്ള നേതാവാണ്. ചിരാഗ് പാസ്വാൻ വർക്ക് ചെയ്തു, അതിന്റെ ഗുണമടക്കം ഉണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ അവിടുത്തെ പ്രധാനപ്പെട്ട മേഖലകൾ സീമാഞ്ചൽ, ചമ്പാരൻ നോർത്ത്, മഗധ, മിഥില, ഭോജ്പൂർ എന്നൊക്കെയുള്ള സ്ഥലങ്ങളാണ് മേഖലകളിൽ ഈ പറയുന്ന രാഷ്ട്രീയ ഭേദമന്യേ അല്ലെങ്കിൽ ഈ പറയുന്ന സമുദായ ഭേദമന്യേ OBC EBC ഭേദമന്യേ അവിടെ എല്ലാ മേഖലയിലും കൃത്യമായി സീമാഞ്ചൽ 24 സീറ്റാണ് മൊത്തം. സീമാഞ്ചലിൽ മൊത്തം 24 സീറ്റാണ്. 2015 മഹാസഖ്യം അവിടെ 15 സീറ്റ് പിടിച്ചാണ്. മഹാസഖ്യം 15 സീറ്റ് പിടിച്ചാണ്. 2015 20 അവിടേക്ക് വരുന്നു. ആര് വരുന്നു? ഒവൈസി വരുന്നു. ഒവൈസി 4 സീറ്റ് പിടിക്കുന്നു. ഇക്കുറിയും ഒവൈസി വരുന്നു മത്സരിക്കുന്നു. പക്ഷേ ഒവൈസിക്ക് ഒറ്റ സീറ്റിൽ മാത്രം ലീഡ് ഇപ്പോൾ. പക്ഷേ ഒവൈസി കൃത്യമായി സീമാഞ്ചലിലെ വോട്ട് സ്പ്ലിറ്ററായി മാറിയിട്ടുണ്ട്. വോട്ട് സ്പ്ലിറ്ററായി മാറിയ ഒവൈസിയുടെ ഒരുപക്ഷെ ഒവൈസി അവിടെ നിൽക്കുന്നതുകൊണ്ട് NDA സഖ്യത്തിന് അവിടെ വലിയ മുന്നേറ്റം ഉണ്ടാകുന്നുണ്ട്. അവിടെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ വോട്ട് നെടുകെ പിളർന്ന് കുറച്ച് വോട്ട് ഒവൈസിക്ക് പോകുന്നുണ്ട്. ഒവൈസി BJPയുടെ B ടീമാണ് എന്ന് RJD എപ്പോഴേ പറയുന്നതാണ്. ഇക്കുറി എന്തുകൊണ്ടാണ് ഇത്രയും അധികം BJPക്കെതിരെ പറഞ്ഞ ഒവൈസിക്കെതിരെ ഒറ്റ കേസ് പോലും ED പോകുന്നില്ല എന്ന ചോദ്യം RJD ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആ ചോദ്യം കുറച്ചുകൂടി ശക്തമാകും. എന്തായാലും ഈ പറയുന്ന B ടീമാണോ C ടീമാണോ എന്നൊക്കെ കാലം തെളിയിക്കട്ടെ. 187 187 അതായത് 200 ഒരു 10-16 സീറ്റ് കുറവാണ്. 200 കടക്കുകയാണെങ്കിൽ ചരിത്രമാകും. അത് 187 എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത വലിയ പോളിംഗ് ശതമാനം ഉയർന്ന ബീഹാറിൽ ചരിത്രത്തിൽ ഇന്നേ ഒരു 189 ഇന്ത്യ സഖ്യം 59 ചുരുങ്ങുന്നു. തകർന്നടിയാണ്. സമഗ്രാധിപത്യം നിയമസഭയിൽ NDAയുടെ സമഗ്രാധിപത്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന സൂചനകൾ മാത്രം. കൃത്യമായ സൂചനയാണ്. കാര്യം സമയം ഇപ്പോൾ 11 മണിയാകുമ്പോൾ 10:50 8 മണിക്ക് വോട്ടെണ്ണൽ തുടങ്ങി 10:50 ആകുമ്പോഴേക്കും NDA 189 എന്ന ഒരു വലിയ കംഫർട്ടബിൾ മെജോറിറ്റിയിൽ മാർജിനിലേക്ക് പോകുമ്പോഴേക്കും അധികാരം വീണ്ടും ഇന്ത്യയുടെ കയ്യിൽ തന്നെ ഇരിക്കുന്നു. ഒരു തവണ കൂടി ഭരിക്കാൻ പോകുന്നുണ്ട് NDA സഖ്യം. മിക്കവാറും ടൈഗർ അബി സിന്ധാഹെ, നിതീഷ് കുമാർ തന്നെ, ടൈഗർ നിതീഷ് തന്നെ അവിടെ വീണ്ടും മുഖ്യമന്ത്രിയാകാൻ പോകുന്നു. കാര്യം ഇപ്പോഴും JDUവിന്റെ ശക്തി അല്പം പോലും ക്ഷയിച്ചിട്ടില്ലെന്ന് മാത്രമല്ല കരുത്തോടെ ജിൽ നിൽക്കുകയാണ് നിതീഷ് കുമാർ. ഒരുപാട് മുന്നോട്ട് വന്നു. എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഇക്കുറി നിതീഷിന്റെ അവസാന മത്സരമാകുമോ? JDU എന്ന പാർട്ടിയുടെ തന്നെ അവസാന മത്സരമാകുമോ എന്ന സംശയം ഉണ്ടായിരുന്നു. കാര്യം ഈ പറഞ്ഞ ശിവസേനയുടെ കാര്യത്തിലൊക്കെ സംഭവിച്ചതുപോലെ അതങ്ങ് BJP വിഴുങ്ങിക്കളയോ എന്നൊക്കെയുള്ള സംശയം അവിടുത്തെ രാഷ്ട്രീയ നിരീക്ഷകർ ചോദിക്കുന്നു. അങ്ങനെ വിഴുങ്ങപ്പെട്ടിട്ടില്ല JDU. വിഴുങ്ങപ്പെടാൻ പറ്റില്ല. കാര്യം അത്രത്തോളം ശക്തമായ സാന്നിധ്യമായി ടൈഗർ നിൽക്കുകയാണ്. മിഥിലാഞ്ചൽ മേഖലയിൽ 50-ൽ 40 NDA ആണ് ലീഡ് ചെയ്യുന്നത്. 47-ൽ 35 ഇടത്ത് NDA ലീഡ് ചെയ്യുന്നു. ഭോജ്പൂർ മേഖലയിൽ NDA 31 ഇടങ്ങളിൽ, മഹാസഖ്യം 13. ഈ പറഞ്ഞ മിഥില മേഖല ഈ മിഥില മേഖല വടക്കൻ മേഖലയാണ്. വടക്കൻ മേഖല RJDയുടെ ശക്തി കേന്ദ്രം. വലിയ മുന്നേറ്റം. 189 വിശ്വസിക്കാൻ പറ്റാത്ത അവിശ്വസനീയമായ മുന്നേറ്റമാണ് ഇപ്പോൾ ബീഹാറിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. 189 ഇടങ്ങളിൽ NDA ലീഡ് ചെയ്യുന്നു. 51 ഇടങ്ങളിൽ മാത്രം ഇന്ത്യ സഖ്യം തകർന്നടിയുന്ന പോലെയുള്ള ഒരു സൂചനയാണ് ഇപ്പോൾ വരുന്നത്. അതേസമയം NDA ക്യാമ്പുകളിൽ വലിയ ആഹ്ലാദം പകർന്നുകൊണ്ട് സമഗ്രാധിപത്യത്തിന്റെ സൂചന ബീഹാർ നിയമസഭയിൽ തന്നിരിക്കുന്നു. നമുക്ക് 190 പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ ആധിപത്യത്തിന്റെ സൂചന പൂർണ്ണമായും പ്രവചിക്കാൻ സമയമായിട്ടില്ല. എന്തായാലും 3-2 ഭൂരിപക്ഷത്തിലേക്ക് പോവാണ്. എന്ന് പറഞ്ഞാൽ 50, 100 കൂടി എന്ന് പറഞ്ഞാൽ 140 സീറ്റ് 4 ഇരട്ടി. ഇതെന്നാ മാജിക്? NDA മാജിക് എന്ന് വേണമെങ്കിൽ പറയാം. 190 സീറ്റുകളിൽ ഇപ്പോൾ NDA ലീഡ് ചെയ്യുന്നു. പ്രേക്ഷകരെ, ആകെ 243 മണ്ഡലങ്ങളിൽ 190 ഇടങ്ങളിൽ ലീഡ് ചെയ്യുന്നു. വെറും 50 ഇടങ്ങളിൽ മാത്രമായി ഈ ഇന്ത്യ സഖ്യം ചുരുങ്ങുകയാണ്. JDU 84 വിജയം ശ്രദ്ധിക്കും. കോൺഗ്രസ്
ഈ BJP പിന്നിലാക്കി 84-ലേക്ക് JDU വന്നോ വരുന്നത്? അപ്പൊ JDU മത്സരത്തിൽ ഒരു സംഭവമില്ല എന്ന് പറഞ്ഞാൽ എസ് കെ ടൈഗർ തന്നെ മുഖ്യമന്ത്രിയാവും. ടൈഗർ സബി സിന്ധായ കടുവ നരഭോജി അല്ല, കടുവ നരഭോജിയല്ല എന്ന് പറഞ്ഞാൽ കടുവ കുറച്ച് പ്രായമായി ശരിയാണ്, പക്ഷെ കടുവ അതെ എസ് കെ അവിടെ കടുവ എന്ന് കുറച്ച് പ്രായമുണ്ട്, പക്ഷെ കടുവ നല്ല കരുത്തനാണ്. എന്തായാലും വളരെ കരുത്താർച്ച മുന്നേറ്റമാണ്. ഈ എക്സിറ്റ് പോളുകൾ പറഞ്ഞതുപോലെ ഈ 200-ലേക്ക് കടന്നാലും അത്ഭുതമില്ല. ഒറ്റ പോൾ ഡയറി ചെറിയ ഏജൻസിയാണ്, അവരാണ് 200 മുകളിലേക്ക് പറഞ്ഞത്. 200 പോൾ ഡയറി പറഞ്ഞ പ്രജാപോൾ പറഞ്ഞത് പോൾ ഡയറി 200 മുകളിൽ പറഞ്ഞായിരുന്നു. ഇപ്പൊ 200 മുകളിലേക്ക് പറഞ്ഞാൽ ആ പോളിലേക്ക് വേണ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതുവരെ ഉള്ള എക്സിറ്റ് പോളുകളിൽ ഈ പറഞ്ഞ പോൾ ഡയറി എന്ന് പറഞ്ഞാൽ നമുക്ക് അധികം പേര് കേൾക്കാത്ത ചെറിയൊരു ഏജൻസിയാണ്. ആ ഏജൻസി പറഞ്ഞ അടുത്ത് നിൽക്കുകയാണ്, കാര്യം 190-ലേക്ക് എത്തുകയാണ്. മറ്റ് സ്ഥാനങ്ങൾ 190 വരെ പറഞ്ഞിട്ടില്ല. എക്സിറ്റ് പോളുകളൊക്കെ അതിലംഘിച്ചുകൊണ്ട് അതിജീവിച്ചുകൊണ്ട് വലിയ മുന്നേറ്റത്തിലേക്ക് NDA ഒരുപക്ഷെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മുന്നേറ്റത്തിലേക്ക് പോവുകയാണ്. പക്ഷെ അപ്പോഴും അവിടെ BJPക്ക് മുന്നിൽ തന്നെ JDU നിൽക്കുന്നുണ്ട്. JDU അവിടെ അപ്രസക്തമായി പോകുന്നില്ല. ഏതെങ്കിലും തരത്തിൽ JDUവിനെ ഇല്ലാതാക്കാൻ അവിടുത്തെ മറ്റേതെങ്കിലും ഘടകകക്ഷിക്ക് കഴിയുന്നില്ല. അപ്പോൾ JDU 84 സീറ്റുമായി ടൈഗർ അബി സിന്ധാഹ എന്ന് പറഞ്ഞ 10,000 രൂപ എന്താണ് കരുത്ത്, സ്ത്രീകളെ കൂടെ നിർത്തിയ കരുത്ത്, അങ്ങനെ നിതീഷ് കുമാറിന്റെ കരുത്തിൽ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബീഹാറിലെ ജനങ്ങളും തമ്മിലുള്ളതാണെന്ന പവൻ ഖേര കോൺഗ്രസ് വക്താവിന്റെ പ്രതികരണം വരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.